നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉറക്കത്തിൽ ഒരിക്കലെങ്കിലും സ്വപ്നം കാണാത്ത ആളുകൾ ചുരുക്കമാണ്. സ്വപ്നങ്ങളുടെ സാങ്കല്പിക ലോകം യാഥാർത്ഥ്യത്തിൽ നിന്നും വ്യത്യസ്തവുമാണ്. എങ്കിലും സ്വപ്നം കാണാൻ ഏവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ കാണാം എന്നൊക്കെ നാം തമാശ പറയാറുമുണ്ട്. എന്നാൽ നാം കാണുന്ന ഓരോ സ്വപ്നത്തിനും ഓരോ പ്രത്യേക അർത്ഥമുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. ചില സ്വപ്നങ്ങൾ ഭാവിയിൽ നടക്കാനിടയുള്ള സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമെന്നും പറയപ്പെടുന്നു. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളുടെ ഫലങ്ങൾ എന്താവുമെന്ന് നോക്കാം. സ്വപ്നത്തിൽ നിങ്ങൾ ഒരു കുതിരപ്പുറത്ത് കയറുന്നതായി കണ്ടാൽ അത് വളരെയധികം ശുഭകരമാണ്. നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന ജോലികൾ ഉടൻ പൂർത്തിയാകുമെന്നതാണ് ഇതിനർത്ഥം. ഇത് ബിസിനസ്സിലെ ലാഭത്തിൻ്റെയും ജോലിയിലെ പുരോഗതിയുടെയും അടയാളമാണ്. എന്നാൽ നിങ്ങളൊരു കുതിരപ്പുറത്തു നിന്ന് വീഴുന്നത് സ്വപ്നം കണ്ടാൽ വളരെ മോശവുമായ അടയാളമാണ്. നിങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. കണ്ണാടിയിൽ മുഖം നോക്കുന്നതായാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ഇതും വളരെയധികം ശുഭകരമാണ്. ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ സമൃദ്ധിയുടെ അടയാളവുമാണ്. നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാകും. അവിവാഹിതരായ പെൺകുട്ടികളാണ് ഈ സ്വപ്നം കാണുന്നതെങ്കിൽ ഉടൻ വിവാഹ യോഗമുണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നു. ഇനി സ്വപ്നത്തിൽ മുടിയോ നഖമോ വെട്ടുന്നത് കണ്ടാൽ അത് ശുഭസൂചകമാണ്. ഇത് നിങ്ങളുടെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടും എന്നതിൻ്റെ അടയാളവുമാണ്. എന്നിരുന്നാലും സ്വന്തം മുടി വെട്ടുന്നതായി കാണുന്നത് നല്ല ലക്ഷണമല്ല. നിങ്ങളുടെ ചിലവുകൾ വർദ്ധിക്കുന്നതിൻ്റെ സൂചനയാണ്. നഖം മുറിക്കുന്നത് സ്വപ്നം കാണുന്നത് കടങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിൻ്റെ അടയാളമായി കണക്കാക്കപ്പെടുന്നു. സ്വപ്നത്തിൽ ഇരുണ്ട മേഘങ്ങൾ കാണുന്നത് മനസ്സിൽ സംശയം ജനിപ്പിക്കുന്നു. എന്നാൽ ഇരുണ്ട മേഘങ്ങൾക്കൊപ്പം മഴയും കണ്ടാൽ അത് നല്ല ലക്ഷണവുമാണ്. നിങ്ങളുടെ ഏതെങ്കിലും പഴയ നിക്ഷേപത്തിൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. പണമായോ വസ്തുവായോ ഈ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നു. സ്വപ്നത്തിൽ മഴ കാണുന്നത് സുന്ദരിയായ ജീവിത പങ്കാളി ലഭിക്കുമെന്നതിൻ്റെ സൂചനയാണ്. സ്വപ്നത്തിൽ നിങ്ങൾ വെറ്റില കഴിക്കുന്നത് കാണുന്നത് വളരെ ശുഭകരമാണ്. ഇത് സന്തോഷം, സമൃദ്ധി, സമ്പത്ത് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനർത്ഥം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാധ്യമാകാൻ പോകുന്നു എന്നതാണ്. സ്വപ്നത്തിൽ ചന്ദ്രനെ കാണുന്നത് ശുഭകരമാണ്. ഇത് നിങ്ങളുടെ കുടുംബത്തിലെ ക്ഷേമത്തിൻ്റെ അടയാളവുമാണ്. സ്വപ്നത്തിൽ ചന്ദ്രനെ കാണുന്നത് വീട്ടിലെ അംഗത്തിൻ്റെ പുരോഗതിയുടെ അടയാളമാണ്. ആനയെ സ്വപ്നം കാണുന്നത് ഗണപതിക്ക് നേർച്ച കൊടുക്കാനുണ്ട് എന്നത് ഓർമ്മപ്പെടുത്തുന്നു. ദൈവങ്ങളെ സ്വപ്നം കാണുന്നതെല്ലാം നേർച്ചകളെ ഓർമ്മിപ്പിക്കാനാണ്. ആനയെ കാണുന്നത് വിജയം, സമ്പത്ത്, പുരോഗതി, വാഹനഭാഗ്യം എന്നിവയുണ്ടാക്കും എന്നും വിദഗ്ധർ പറയുന്നു. പാമ്പിനെ സ്വപ്നം കാണുന്നത് സർപ്പകോപമാണെന്നാണ് വിശ്വാസികളുടെ പക്ഷം. എന്നാൽ അതൃപ്തരായി അകന്നു കഴിയുന്ന ദമ്പതികളെയും കമിതാക്കളെയുമാണ് ഇത് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. മത്സ്യത്തെ സ്വപ്നം കാണുന്നത് ധാരാളം പണം കൈവശം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. മരണം സ്വപ്നം കാണുന്നത് ദുസ്വപ്നവുമല്ല, ജീവിതത്തിൽ നവീനമായതെന്തോ സംഭവിക്കാൻ പോകുന്നതിൻ്റെയും ദീർഘായുസ്സിൻ്റെയും സൂചനയാണിതെന്ന് പറയപ്പെടുന്നു. എന്നാൽ കരിഞ്ഞ ഭക്ഷണം കണ്ടാൽ മരണാനന്തര കർമ്മ സൂചന. സ്വപ്നത്തിൽ സിംഹത്തെ ദർശിച്ചാൽ പ്രശസ്തിയും അംഗീകാരവും ഫലം. സിംഹവുമായി ഏറ്റുമുട്ടുന്നതും പരിക്കില്ലാതെ രക്ഷപ്പെടുന്നതും കണ്ടാൽ പ്രതിസന്ധികളിൽ നിന്നും കരകയറും. പക്ഷികൾ ചിലയ്ക്കുന്നത് കണ്ടാൽ സാമ്പത്തിക ലാഭം. പക്ഷികൾ പറക്കുന്നത് കണ്ടാൽ ദൗർഭാഗ്യവുമാണ്. അന്ധരെ സ്വപ്നം കണ്ടാൽ ആത്മാർത്ഥ സുഹൃത്തുക്കളില്ലെന്ന് കരുതുക. സുഗമമായി ജലയാത്ര കാണുന്നത് ഭാഗ്യസൂചനയാണ്. കാറ്റിലും കോളിലും പെട്ട് വള്ളം മറിയുന്നത് ആപത്ത് വരുമെന്ന് സൂചന. പുസ്തകങ്ങൾ കണ്ടാൽ ഭാവി സുരക്ഷിതം. ഭക്ഷണം സ്വപ്നം കണ്ടാൽ ബിസിനസ് നേട്ടം. ഇനി വധൂവരന്മാരെ സ്വപ്നം കാണുന്നത് ദൗർഭാഗ്യമാണ്. ദുഃഖം, നിരാശ എന്നിവ ഉണ്ടാകുന്നു. വളർത്തുമൃഗങ്ങളെ കണ്ടാൽ പണവും ഭാഗ്യവും വരും. കറുത്ത കന്നുകാലികൾ പതിയിരിക്കുന്ന ശത്രുക്കളുടെ സൂചനയാണ്. കുട്ടികളെ സ്വപ്നം കാണുന്നത് സന്താന ഭാഗ്യ സൂചന. മരുഭൂമിയിലൂടെ നടക്കുന്നതായി കണ്ടാൽ ദീർഘയാത്ര, ബിസിനസ് തകർച്ച, കുടുംബ തകർച്ച. പിതാവിനെ കണ്ടാൽ പിതൃസ്നേഹം. നെൽപ്പാടത്തിലൂടെ നടന്നു വരുന്നത് കണ്ടാൽ ധനവരവ്, സന്തോഷം. തീ കത്തുന്നതായി കണ്ടാൽ ആരോഗ്യം, സന്തോഷം. വഴക്കിടുന്നത് കണ്ടാൽ കുടുംബാംഗങ്ങളുടെ സ്വരച്ചേർച്ചയില്ലായ്മ, പ്രണയ തകർച്ച. ബിസിനസ്സുകാർ വെള്ളപ്പൊക്കം കണ്ടാൽ വ്യവസായ പുരോഗതി. മറ്റുള്ളവർ കണ്ടാൽ ആരോഗ്യം മോശമാകുന്നു. പൂക്കൾ സ്വപ്നം കാണുന്നത് സൗഭാഗ്യവും സമ്പത്തുമാണ്. പെൺകുട്ടിയെ സ്വപ്നം കണ്ടാൽ ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നു. വിളക്ക് കണ്ടാൽ സന്തോഷകരമായ കുടുംബജീവിതം. പണം കണ്ടാൽ സാമ്പത്തിക അഭിവൃദ്ധി. മൂങ്ങയെ കണ്ടാൽ ദൗർഭാഗ്യവും സങ്കടവും രോഗദുരിതവും ദാരിദ്ര്യവും ഉണ്ടാകുന്നു. നല്ല തെളിഞ്ഞ വെള്ളമുള്ള കിണർ കണ്ടാൽ ധനലാഭം. ആരാധനാലയങ്ങളുടെ രൂപം കണ്ടാൽ തീർത്ഥാടന യോഗം. വീട്ടിൽ മലിനജലം കണ്ടാൽ ദുരിതങ്ങൾ, രോഗങ്ങൾ എന്നിവ ഫലം. ഗുഹയിൽ ഒറ്റയ്ക്ക് അകപ്പെട്ടത് കണ്ടാൽ കാരാഗൃഹവാസം,
അപമാനം, ധനനഷ്ടം, കാര്യനാശം. ഗുഹയിൽ ഒറ്റയ്ക്ക് അകപ്പെട്ടത് കണ്ടാൽ കാരാഗൃഹവാസം, അപമാനം, ധനനഷ്ടം, കാര്യനാശം. മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത് കണ്ടാൽ സാമ്പത്തികമായി നിലംപരിശാകുന്നു. മല കയറുന്നത് കണ്ടാൽ പ്രതിസന്ധി തരണം ചെയ്ത് സന്തോഷിക്കും. മല കയറുന്നതിനിടെ കാൽവഴുത്തി വീണാൽ പരാജയവും ആരോഗ്യക്ഷയവും. അഗ്നി കണ്ടാൽ അഗ്നിദോഷം. കത്തുന്ന നിലവിളക്ക് കണ്ടാൽ തീർത്ഥാടന യോഗം. കുളിക്കുന്നത് സ്വപ്നം കണ്ടാൽ ഉറ്റവരുടെ മരണം. ജലയാത്ര കണ്ടാൽ ജോലി ലഭിക്കുന്നു. മലിനജലത്തിലൂടെയാണെങ്കിൽ രോഗങ്ങളും ആപത്തുകളും ഉണ്ടാകുന്നതായി ഫലം. ജലപ്രവാഹം കണ്ടാൽ അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാകും, ധനക്ലേശവും നേരിടുന്നു. ജലത്തിൽ മുങ്ങിപ്പോകുന്നത് കണ്ടാൽ ധനനഷ്ടം, വിപത്ത്, ചീത്തപ്പേര്. പർവ്വതം പിളരുന്നതായി കാണുകയാണെങ്കിൽ അത് മരണസൂചനയാണ്. കൃഷി ഇറക്കാത്ത നിലം ധനനഷ്ടമുണ്ടാകുന്നതായി കാണുന്നു. വീട് പണിയുന്നത് കണ്ടാൽ, ഭവന നിർമ്മാണം കണ്ടാൽ ഗൃഹഭാഗ്യമുണ്ടാകുന്നു. നായയെ സ്വപ്നം കണ്ടാൽ മരണമോ മഹാദേവ ക്ഷേത്ര ദർശനമോ ഫലം. സർപ്പത്തെ ദർശിക്കുന്നത് വിഷം അകത്തു ചെല്ലുന്നതിനും രോഗങ്ങൾക്കും കുടുംബാംഗങ്ങളുടെ വിയോഗത്തിനും സാധ്യത. ക്ഷേത്ര ദർശനം കണ്ടാൽ പരിശ്രമം വിജയിക്കുന്നു. ക്ഷേത്രം അടഞ്ഞു കിടക്കുന്നത് കണ്ടാൽ തടസ്സമാണ്. ഇത് പരിഹാരം നവഗ്രഹ പൂജ നടത്തുക. പൂന്തോട്ടം നനയ്ക്കുന്നതോ അവിടെ നിൽക്കുന്നതോ സ്വപ്നം കണ്ടാൽ സന്താനലാഭം. ആഭരണങ്ങൾ അണിഞ്ഞ സുന്ദരി വരുന്നതായി കണ്ടാൽ വീട്ടിൽ ഐശ്വര്യമുണ്ടാകുന്നു. ചന്ദ്രനെയോ സൂര്യനെയോ കണ്ടാൽ ഉമാമഹേശ്വര അനുഗ്രഹത്താൽ പ്രേമസാഫല്യം. ആയുധം കൊണ്ടുള്ള മുറിവ് കണ്ടാൽ വിപത്ത്. വാഹനാപകടം കണ്ടാൽ ആഗ്രഹം പൊലിഞ്ഞു എന്ന് കരുതുക. അവിവാഹിതർ ഭൂമി സ്വന്തമായി കണ്ടാൽ നല്ല പങ്കാളി വന്നു ചേരും. നെല്ല് കണ്ടാൽ അന്നത്തിന് മുട്ടുണ്ടാവില്ല. കാട്ടിലകപ്പെട്ടതായി കണ്ടാൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും. ഭൂമി കുലുക്കമോ കറുപ്പു നിറത്തിലെ ഭൂമി ദർശനമോ കണ്ടാൽ കാര്യവിഘ്നവും കടുത്ത ദോഷവും ഉണ്ടാകും. നമ്മൾ അന്നദാനം നടത്തുന്നതായി കണ്ടാൽ സന്താന അഭിവൃദ്ധി. ധാന്യം കത്തുന്നത് കണ്ടാൽ വിളനാശം. ദേഹത്ത് തീ പിടിക്കുന്നത് കണ്ടാൽ മനക്ലേശം, രോഗം, ശത്രുക്കളുടെ ഉപദ്രവം. പച്ചനെല്ലിക്ക തിന്നുന്നത് കണ്ടാൽ ശുഭഫലമാണ്. പെറുക്കിയെടുക്കുന്നത് കണ്ടാൽ ധനവരവുണ്ടാകും. പരുന്തിനെ കണ്ടാൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടും. ചത്ത പരുന്തിനെ കണ്ടാൽ മരണം സംഭവിക്കാം. പല്ലികളെ കണ്ടാൽ ശത്രുക്കളുടെ ഉപദ്രവമുണ്ടാകും. ഞണ്ടിനെ സ്വപ്നം കണ്ടാൽ ധാരാളം സഹായം ലഭിക്കും. കീരിയെ കണ്ടാൽ ശത്രുനാശം. ചിലന്തി വല കെട്ടുന്നത് കണ്ടാൽ ശത്രുക്കളുടെ ചതിക്കുഴിയിൽ അകപ്പെടും. ചൂരൽ വളരുന്നത് കണ്ടാൽ തൊഴിൽ നേട്ടം. മത്സ്യം കണ്ടാൽ സാമ്പത്തിക നേട്ടം. ചുവന്ന വസ്ത്രം കണ്ടാൽ അപകടമാണ്. തലമുടി കണ്ടാൽ മറവി. തേങ്ങ കണ്ടാൽ ശത്രുശല്യം ഫലം. തുളസിയില കണ്ടാൽ കാര്യസിദ്ധിയും സന്താനലാഭവും ഉണ്ടാകുന്നു. നീല വസ്ത്രം കണ്ടാൽ ശത്രുനാശത്തെക്കുറിച്ച് ചിന്തിക്കുക. പഞ്ചസാര കണ്ടാൽ വീട്ടിൽ സന്തോഷം. പുതിയ ചൂല് കണ്ടാൽ ദുരിതമൊഴിയുന്നു. പൂ വിരിഞ്ഞത് കണ്ടാൽ സമാധാനമുണ്ടാകുന്നു. വെള്ള വസ്ത്രം കണ്ടാൽ മാറ്റമുണ്ടാകുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. എലിയെ കാണുന്നത് വേണ്ടപ്പെട്ടവരുമായി കലഹമോ ഭിന്നതയോ ഉണ്ടാവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. സ്വപ്ന ദർശനത്തിൻ്റെ കുറേയേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി.